ഈ ചെടിയുടെ പേരാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലി. ചില സ്ഥലങ്ങളിൽ മെക്സിക്കൻ മല്ലി, ബാംഗ്ലൂർ മല്ലി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ മല്ലിയില എന്തിനൊക്കെ ഉപയോഗിക്കുന്നോ അതിനെല്ലാം പകരമായിട്ട് ഈ മല്ലി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. വളർത്തിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇളക്കമുള്ള മണ്ണിലോട്ട്, നനവുള്ള മണ്ണിലോട്ട് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം നട്ടു കൊടുത്താൽ മതി. പിന്നെ ഇത് നടേണ്ട ആവശ്യമേ വരില്ല കേട്ടോ. ഇതിന് തൈകൾ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ പൂക്കളുണ്ടായി തന്നെ നമ്മൾ നട്ട സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ഇത് മുളച്ച് വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ഒറ്റ പ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്താൽ പിന്നെ ഇത് നമ്മൾ നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നഴ്സറികളിലൊക്കെ കാണാനുണ്ട്. 20 രൂപ അല്ലെങ്കിൽ 40 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കവറിൽ ഒരു തൈയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒത്തിരി കാണുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. അപ്പോൾ യാതൊരു കീടനാശിനികളും നമ്മൾ അടിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരാത്ത ഈ മല്ലി, നമുക്ക് യാതൊരു കീടബാധകളും വരാത്ത ഒരു മല്ലിയാണ് ഇത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലി എന്ന് വെച്ചാൽ അതിൽ ഒത്തിരി കീടനാശിനികൾ അടിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.